ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു പോളയുടെ റെസിപ്പിയാണ് കേട്ടോ. ബ്രെഡ് വെച്ച് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു പോളയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പോള ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. നമ്മളൊരു ഷവർമയുടെ ടേസ്റ്റുള്ള ബ്രെഡ് പോളയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ അതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്തിട്ട് അതിൽ നിന്ന് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് വെക്കുക. എങ്കിൽ മാത്രമേ ഇനി അങ്ങോട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ്സാവാതെ കിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ബ്രെഡ് പോള ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിതാ ഒരു മിക്സിയുടെ ജാറിലേക്ക് 6 ബ്രെഡ് സ്ലൈസ് ഇതാ കട്ട് ചെയ്തിട്ട് ചേർത്തിയിട്ടുണ്ട്. ഇതിന് നമ്മൾ ഈ ഒരു രീതിയിലൊന്ന് പൊടിച്ചെടുക്കാം. സാധാരണ രീതിയിൽ നമ്മൾ ബ്രെഡ് ക്രംസ് തയ്യാറാക്കി എടുക്കാറില്ലേ, ആ രീതിയിൽ തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ചും കൂടെ ബ്രെഡ് ക്രംസ് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഞാനിതിലേക്ക് ഒരു 6 ബ്രെഡ് സ്ലൈസ് വീണ്ടും നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ട് പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ എടുക്കുന്ന ബ്രെഡ് സ്ലൈസിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം എടുക്കുന്ന പാൻ അത്യാവശ്യം കുറച്ച് വലുതാണെങ്കിൽ നമ്മൾ കുറച്ച് കൂടുതൽ ബ്രെഡ് എടുക്കേണ്ടി വരും കേട്ടോ. ഞാൻ എടുക്കുന്ന ഒരു പാത്രത്തിൻ്റെ സൈസ് അനുസരിച്ചിട്ട് നമുക്ക് 12 ബ്രെഡ് സ്ലൈസാണ് ഇതിലേക്ക് വേണ്ടത് കേട്ടോ. അതെല്ലാം തന്നെ ഇവിടെ പൊടിച്ചെടുത്ത് ബൗളിൽ വെച്ചിട്ടുണ്ട്. ഇതൊരു ഭാഗത്ത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് മുട്ട നല്ല പോലെ തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഞാനിവിടെ മിക്സിയുടെ ജാറിനകത്താണ് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത്. അത്യാവശ്യം നല്ല സൈസുള്ള 3 മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾ ചെറുതാണ് എടുക്കുന്നതെങ്കിൽ 4 മുട്ട വരെ എടുക്കണം. ഈ മുട്ട നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ തന്നെ നമ്മുടെ ഉപ്പ് കൂടെ ചേർത്തിയിട്ട് നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കാം. നല്ല പതഞ്ഞ് വരുന്നവരെ ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. ഈ ഒരു രീതിയിൽ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ഈ ഒരു ബ്രെഡ് ക്രംസിലേക്ക് ചേർത്തിയിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണേ, ബ്രെഡിനകത്ത് ഓൾറെഡി ഉപ്പ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ വളരെ കുറച്ച് ഉപ്പ് ചേർത്തിയാൽ മതി കേട്ടോ. അപ്പോൾ ഒരു മുട്ടയുടെ മിക്സ് ചേർത്തിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് നന്നായിട്ടൊന്ന് സോക്കായിട്ട് കിട്ടും. ഇതിലേക്ക് നമുക്ക് പാലാണ് ചേർക്കേണ്ടത്. 1/2 കപ്പ് പാൽ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നമ്മുടെ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ആദ്യം നമുക്കൊരു 1/4 കപ്പ് പാൽ ചേർത്തിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ടാണ് കേട്ടോ ചേർക്കുന്നത്. അതിനകത്ത് മുട്ടയുടെ കുറച്ച് മിക്സ് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അതിലേക്ക് ഒഴിച്ചിട്ട് ഷെയ്ക്ക് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 1/4 കപ്പ് പാൽ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. വീണ്ടും നമുക്ക് ബാക്കിയുള്ള 1/4 കപ്പ് കൂടെ ചേർത്തിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ 1/2 കപ്പ് പാലാണ് ചേർത്തിട്ടുള്ളത്. 1/2 കപ്പ് പാൽ ചേർക്കുമ്പം ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കിട്ടുക. പക്ഷെ നമുക്ക് ഇത്തിരി കൂടെ ലൂസ് വേണം. കാരണം നമ്മുടെ ആ ഒരു ബ്രെഡ് ഇങ്ങനെ സോക്കായിട്ടല്ലേ കിടക്കുന്നത്, കുറച്ചും കൂടെ ഒന്ന് ലൂസ് വേണം. അപ്പോൾ ഇതിലേക്ക് വീണ്ടും ഒരു 1/4 കപ്പ് പാൽ കൂടെ ചേർത്തിട്ട് കൊടുക്കാം. അപ്പോൾ ടോട്ടൽ നമ്മൾ 3/4 കപ്പ് പാലാണ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ബ്രെഡിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു ഭാഗത്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ ഷവർമയുടെ മിക്സാണ് റെഡിയാക്കി എടുക്കാനുള്ളത്. അതിലേക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് ഞാനിവിടെ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ പീസ് ക്യാബേജ് എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള ക്യാരറ്റ്, അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള കുക്കുംബറുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ലെറ്റ്യൂസ് കയ്യിലുണ്ടെങ്കിൽ ചേർത്തിട്ട് കൊടുക്കാം, ക്യാപ്സിക്കം കയ്യിലുണ്ടെങ്കിൽ ചേർത്തിട്ട് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് ഇതവിടെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനാണ്. ചിക്കന് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുത്താലും കുഴപ്പമില്ല, മസാലകളൊക്കെ തേച്ചിട്ട്. അതല്ല എങ്കിൽ ഇതുപോലെ നമുക്ക് മഞ്ഞൾപ്പൊടി, ഒരിത്തിരി കുരുമുളകിൻ്റെ പൊടി, പിന്നെ ഒരിത്തിരി സോയാ സോസ്, ഒരു 1/4 ടീസ്പൂണോളം സോയാ സോസ്, ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ടാണ് ഞാനിത് വേവിച്ച് വെച്ചിട്ടുള്ളത്. അതിന് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. കട്ട് ചെയ്തിട്ടെടുക്കാം, അതിലേക്ക് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് ചീകിയിട്ട് എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ അത് ഇതിലേക്ക് ചേർക്കാം. 1 കപ്പ് ചിക്കനാണ്. ചിക്കന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് 1/2 ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ വളരെ കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് കൊടുക്കാം. ഉപ്പ് കൂടണ്ട കേട്ടോ, ചിക്കൻ ഓൾറെഡി നമ്മൾ ഉപ്പൊക്കെ ചേർത്തിട്ട് വേവിച്ചതാണ്. പിന്നെ നമുക്ക് ഒരു നാരങ്ങയുടെ പകുതി ഒന്ന് പിഴിഞ്ഞിട്ട് ചേർത്തിട്ട് കൊടുക്കാം, അത് ചെറിയ പുളിക്ക് വേണ്ടിയിട്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ചേർക്കാനുള്ളത് മയോണൈസ് ആണ്. അപ്പോൾ ഞാനിവിടെ ചേർക്കുന്നത് ഹോം മെയ്ഡ് ആയിട്ടുള്ള മയോണൈസ് ആണ്. ഓൾറെഡി ഇതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരുപാട് മുമ്പ്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല പെർഫെക്റ്റ് ടേസ്റ്റിലും ടെക്സ്ചറിലും കിട്ടുന്ന ഹോം മെയ്ഡ് ആയിട്ടുള്ള മയോണൈസ് ആണ്. അപ്പോൾ നിങ്ങളത് തയ്യാറാക്കിയിട്ട് നോക്കണം കേട്ടോ, ചെയ്യാത്തവരാണെങ്കിൽ. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർക്കാം. നമുക്കിതുപോലെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ 1 മാസം വരെ ഒരു കേടും കൂടാതെ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. നല്ല ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിലാണെങ്കിൽ നമുക്ക് 1 മാസം വരെ ഒരു പ്രശ്നം അല്ലാണ്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ആ ഒരു മയോണൈസിൽ നിന്നും ഒരു 5 ടേബിൾ സ്പൂണോളം മയോണൈസാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഇവിടെ കൂടുതൽ കുട്ടികൾക്കാണെങ്കിലും ഒക്കെ ഇഷ്ടം മയോണൈസിൻ്റെ ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ കൂടുതൽ മയോണൈസാണ് ചേർത്തിട്ടുള്ളത്.
ഇതിലേക്ക് നമുക്കൊരു 2.5 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പ് കൂടെ ചേർത്തിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ചിട്ട് ചേർക്കാം. കെച്ചപ്പാണ് കൂടുതൽ ഇഷ്ടമെങ്കിൽ അതിനനുസരിച്ചിട്ട് കെച്ചപ്പ് കൂട്ടിയിട്ട് കൊടുക്കാം കേട്ടോ. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കാം കേട്ടോ. ഉപ്പോ കുരുമുളകിൻ്റെ പൊടിയോ അതിലിപ്പോൾ പുളിക്ക് വേണ്ടിയിട്ടുള്ള നമ്മൾ ചേർത്തിട്ടുള്ള ലെമൺ ജ്യൂസോ എന്തെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയം ഇതിലേക്ക് ചേർത്തിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊരു ഭാഗത്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് പോള ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സ്റ്റൗവിൽ നല്ല ചുവട് കട്ടിയായിട്ടുള്ള ഒരു ചട്ടി എടുത്ത് ചൂടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ പോള ചെയ്യുന്ന ഈ ഒരു പാത്രം ഡയറക്റ്റ് ഹീറ്റിൽ വെക്കുന്നില്ല കേട്ടോ. ഒരു ചട്ടിയുടെ മുകളിലാണ് വെക്കുന്നത്, കാരണം അടി പിടിക്കുന്ന പ്രശ്നം കൊണ്ട്. എന്നിട്ട് നമ്മൾ പോള ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രം ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1 ടീസ്പൂണോളം ഒലീവ് ഓയിൽ ഒഴിച്ചിട്ട് ഇതിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് തന്നെ ഒന്ന് ബ്രഷ് ചെയ്തിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒലീവ് ഓയിൽ യൂസ് ചെയ്യുന്നുള്ളൂ. നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ നിങ്ങൾ സൺഫ്ലവർ ഓയിൽ അതല്ലെങ്കിൽ നെയ്യൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതിലേക്ക് നമ്മളിപ്പം മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ബ്രെഡിൻ്റെ മിക്സിൽ നിന്നും 1/4 ഭാഗത്തോളം നമ്മൾ ഈ ഒരു സമയം ഇതിലേക്ക് ഒഴിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വെച്ചിട്ടുള്ള ഈ ഒരു സോസ് പാന് അത്യാവശ്യം ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ടാവും കേട്ടോ. ആ ഒരു സമയമാണ് നമ്മൾ ഇതിലേക്ക് ബ്രെഡിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുത്തിട്ട് അതിനെ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തിട്ട് കൊടുക്കാം. ആ ഒരു പാത്രത്തിൻ്റെ എൻഡിലും എല്ലാ ഭാഗത്തും ഒരേ തിക്നെസ് വരുന്ന രീതിയിൽ വേണം നമ്മൾ ഇതിനെ ലെവൽ ചെയ്തിട്ട് കൊടുക്കാൻ. ഇതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ഷവർമയുടെ മിക്സ് ഇതിൻ്റെ മുകളിലായിട്ട് നിരത്തി വെച്ച് കൊടുക്കുകയാണ്. നിങ്ങളിങ്ങനെ നിരത്തി വെക്കുന്ന സമയത്ത് ഒരുപാട് സൈഡിലേക്കൊന്നും വെക്കണ്ട, കാരണം നമ്മൾ ആ ഒരു എൻഡിലേക്ക് പിന്നെ നമ്മൾ പോള ചെയ്തെടുക്കുമ്പോൾ അതങ്ങനെ പുറത്തോട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരുപാട് സൈഡിലേക്ക് വെക്കണ്ട, ഒരു ഇത്തിരി സ്പേസ് വിട്ടിട്ട് വെച്ചാൽ മതി. ഇതിന് ശേഷം ബാക്കിയുള്ള ആ ഒരു ബ്രെഡിൻ്റെ മിക്സ് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ആ ഒരു ഷവർമയുടെ മിക്സ് കവർ ചെയ്തിട്ട് എടുക്കണം. ഇപ്പോൾ ഈ ഒരു സൈസിലുള്ള പാനിലേക്കുള്ള ബാറ്ററാണ് കേട്ടോ നമ്മൾ റെഡിയാക്കിയിട്ടുള്ളത്. ഇതിന് നമ്മൾ എൻഡിലേക്കൊക്കെ നന്നായിട്ട് തന്നെ കവർ ചെയ്തിട്ട് കൊടുക്കാം, കാരണം നമ്മളിത് കുക്കായിട്ട് വരുമ്പം ആ ഒരു ഷവർമയുടെ മിക്സ് പുറത്തോട്ട് വരാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ ഈ ഒരു ബ്രെഡിൻ്റെ മിക്സ് വെച്ചിട്ട് കവർ ചെയ്തിട്ട് കൊടുക്കാം. നന്നായിട്ട് തന്നെ ലെവൽ ചെയ്തിട്ട് കൂടെ കൊടുക്കണം കേട്ടോ. ഇനി നമ്മളിതിനെ അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ആദ്യം വേവിച്ചിട്ട് നോക്കാം. ഏറ്റവും ചെറിയ ഫ്ലെയിമിലാണ് വെക്കുന്നത് കേട്ടോ. ഫ്ലെയിം കൂട്ടി കൊടുക്കണ്ട, കാരണം അടി പിടിക്കും, ബ്രെഡല്ലേ പെട്ടെന്ന് അടി പിടിക്കും. ഒരു 15 മിനിറ്റിന് ശേഷം ഇതൊന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കാം. ഇപ്പോൾ നമ്മൾ നോക്കുമ്പം ഇതിൻ്റെ അരികുവശങ്ങളൊക്കെ നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട്, പക്ഷേ സെൻറ്ററിലേക്ക് കുറച്ചുകൂടെ കുക്കാവാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു 3-4 മിനിറ്റ് കൂടെ ചെറിയ ഫ്ലെയിമിൽ തന്നെ അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മളൊരു 15 മിനിറ്റിന് ശേഷം ഒരു 4 മിനിറ്റ് കൂടെ കുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിതിനെ ഈ ഒരു മുകൾ വശം ഒന്നുകൂടെ കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് മറ്റൊരു പാനിലേക്ക് ഒന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇതുപോലൊരു പാനിൽ കുറച്ച് ഓയിലൊന്ന് ഗ്രീസ് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ കമിഴ്ത്തി വെച്ചിട്ട് ഇതിനെ ഇങ്ങനെ കമിഴ്ത്തി എടുക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു പാനിലേക്ക് അത് കിട്ടും കേട്ടോ. പൊട്ടും തന്നെ അടിയിലൊന്നും പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു വശം കുക്കായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ വീണ്ടും നമ്മൾ ആദ്യം ചൂടാക്കി വെച്ചിട്ടുള്ള ഒരു ചട്ടിയുടെ മുകളിൽ തന്നെയാണ് വെക്കുന്നത്. എന്നിട്ടൊരു 3-4 മിനിറ്റ് കൂടെ ഒന്ന് കുക്ക് ചെയ്താൽ മതി, ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ. അപ്പോഴേക്കും അതിൻ്റെ മുകൾ വശം കൂടെ നന്നായിട്ട് തന്നെ കുക്കായിട്ട് നല്ലൊരു ബ്രൗൺ കളർ വന്നിട്ടുണ്ടാവും കേട്ടോ. നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഷവർമ ബ്രെഡ് പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനൊന്ന് കട്ട് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഷവർമ ബ്രെഡ് പോളയാണ്. ബ്രെഡ് ആകുമ്പോൾ എല്ലാവർക്കും അറിയാലോ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. പിന്നെ മാത്രമല്ല നമ്മുടെ ആ ഒരു ഷവർമയുടെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു പോളയാവും. നമ്മളിപ്പോൾ മസാലയൊക്കെ ഒരുപാട് വഴറ്റി ചെയ്യുന്ന പോളയേക്കാളൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും നല്ല റെസിപ്പീസുമായിട്ട് കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു. അസ്സലാമു അലൈക്കും.